ഈ AK ആന്റണിയുടെ മകൻ BJP-യിൽ വന്നു. കരുണാകരൻ്റെ മകൾ BJP-യിൽ വന്നു. കരുണാകരൻ്റെ മകൾ തൃശ്ശൂരിൽ ഇത്തവണ സ്ഥാനാർത്ഥിയുമാണ്. ഇത്തവണത്തെ വലിയ മാറ്റം ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ്റെ ഭർത്താവ് വർഗീസ് ജോർജ് ഇന്ത്യയിൽ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്നു. 2020-യുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. 2020-യുടെ പ്രധാനപ്പെട്ട ധാരാവാഹികമാണ്. എന്നാലും ഉമ്മൻചാണ്ടിയുടെ മരുമകൻ ഇന്ത്യയിൽ എത്തി എന്നുള്ളത്, അതായത് ഇപ്പോൾ ഈ പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസ് പൊതുവെ BJP ഒക്കെ ആയിട്ട് കോൺഗ്രസ് നേതാക്കൾ മാറാറുണ്ടല്ലോ. ഈ കേരളത്തിൽ NDA അങ്ങനെ വലിയ മുന്നേറ്റത്തിലേക്ക് വരുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും. ഈ മറിയാമ്മ ഉമ്മന്റെ പേര് തന്നെ UDF ഇപ്പോൾ ചെങ്ങന്നൂർ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചില്ലല്ലോ അല്ലെ? പ്രഖ്യാപിച്ചില്ല. അതിന് മറ്റേ ചാണ്ടി ഉമ്മൻ എതിരാണല്ലോ. അതായിരിക്കും അതിന്റെ കാരണം. എന്തായാലും ആ കാര്യത്തിൽ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ആ സീറ്റ് കൊടുക്കൂല എന്ന് ഉറപ്പായി. കാരണം അവര് ഭർത്താവ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് കൊടുങ്ങല്ലൂരിൽ വരുമ്പോ വർഗീസ് കുര്യൻ അല്ലെ, വർഗീസ് ജോർജ്. അപ്പോ തീർച്ചയായിട്ടും അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് സാറേ, ഈ BJP-യോടും NDA-യോടും ഉള്ള അയിത്തം ഉണ്ടല്ലോ, അതിവേഗത്തിലാണ് കേരളത്തിൽ അലിഞ്ഞു പോകുന്നത്. ഇപ്പൊ 2 CPI MLA-മാര് രാത്രി പോയി. ഇപ്പൊ CC മുകുന്ദൻ നാട്ടികയിൽ നിന്നും K അജിത്ത് വൈക്കത്ത് നിന്നും പോയിട്ട് നേരിട്ട് ഒരു മടിയും. ഒരു ഗുണം എന്താന്ന് വെച്ചാൽ വൈക്കത്ത് അജിത്ത് മാറി CPI മാറി BJP-യിലേക്ക് വന്നല്ലോ. അങ്ങനെ അജിത്ത് വന്നപ്പോൾ ഉണ്ടായ ഗുണമാണ് ഈ CC മുകുന്ദൻ BJP-യിലേക്ക് വന്നത്. കാരണം ഓപ്പറേഷൻ മുഴുവൻ നടത്തിയത് അജിത്താ. അത് ശരി. അജിത്ത് മുകുന്ദന്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ടാണ് അജിത്തിനെ മുകുന്ദനെ BJP-യിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അജിത്ത് ചെന്ന ഉടനെ പണിയെടുക്കുന്നുണ്ട് അല്ലേ? അത് ശരി. അപ്പോ അതുപോലെ തന്നെയാണല്ലോ ഇപ്പൊ CPM-മാർക്ക് പോലും ഒരു പരിധി വിട്ട ഈ പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു BJP വിരോധം ഉണ്ടല്ലോ, അത് എവിടെയൊക്കെ വെച്ച് അലിഞ്ഞു പോയിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന അയിത്തൊന്നും BJP-യോട് ഇല്ല എന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോ ഇത് വളരെ കോൺഗ്രസ്സില് UDF-ല് ഇത് വളരെ പ്രകടമായ സൂചനയാണല്ലോ. പ്രധാനപ്പെട്ട കേരളം കണ്ട UDF കോൺഗ്രസ്സിലെ ഏറ്റവും പ്രമുഖരായ 3 നേതാക്കൾ ഇപ്പൊ ത്രികോണം പൂർത്തിയായി എന്ന് പറയാം. അങ്ങനെയാണല്ലോ. കരുണാകരന്റെ മോള് ഉമ്മൻചാണ്ടി ഒരുപാട് പേരെ ഒന്നിച്ചു കൊണ്ടു നടന്നു, കോൺഗ്രസ്സുകാരെയൊക്കെ. പക്ഷെ കുടുംബത്തിന്റെ അകത്ത് എല്ലാവരും കോൺഗ്രസ്സുകാരായില്ല. അതെ. അത് ഈ നേതാക്കന്മാർക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട പാഠം തന്നെയാണ്. പിന്നെ അതുമല്ല സാർ, ഇപ്പൊ ഈ നമ്മൾ നേതാക്കന്മാരൊക്കെ ആ ഒരു ജനറേഷന്റെ അടുത്ത തലമുറയൊക്കെ ഉണ്ടല്ലോ, വലിയ നേതാക്കന്മാര് ടെയൊക്കെ പുതിയ തലമുറ അച്ഛൻ പറഞ്ഞു വന്ന കാര്യങ്ങളെ അവർക്ക് തന്നെ ബോധ്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാത്തിലും ഉണ്ടത്. ചിലരൊക്കെ ചെയ്യുന്നത് വലിയ നേതാക്കന്മാരുടെ മക്കളൊന്നും രാഷ്ട്രീയത്തിന്റെ 7 അയലത്തൂടെ വരാതെ പോയി, പല ഭാഗത്തേക്കായിട്ട് പോയി. ചിലരാണെങ്കിൽ ക്രിമിനൽസ് ആയിട്ടും കച്ചവടക്കാരായിട്ടും ഒക്കെ പലതരത്തിലേക്ക് പോയിട്ടുണ്ട്. സിനിമ, സംഗീതം, അതിന്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ചിലർ നല്ല ഉദ്യോഗസ്ഥന്മാരായിട്ട് IAS-ലേക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മക്കളൊക്കെ അങ്ങനെയാണ് പോയത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ഈ പ്രവണത നല്ലതാണോ? എൻ്റെ ഒരു ചോദ്യം അതാണ്. ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേരെ വിരുദ്ധമായ, അച്ഛന്റെ രാഷ്ട്രീയത്തിന് നേരെ വിരുദ്ധമായ ശൈലിയിലേക്ക് പോകുന്നതാണോ, അതല്ല രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണോ? ഏതായിരിക്കും നമ്മുടെ ജനാധിപത്യത്തിന് ഒരു പോക്കിൽ ഗുണം? അല്ല, ഇവരൊക്കെ കുറച്ചുകൂടി ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള ജനറേഷനൊക്കെ ആണല്ലോ. അപ്പൊ അവര് നോക്കുമ്പോ കോൺഗ്രസ് ജീർണിച്ചുപോയ രാഹുൽ ഗാന്ധി ഇത് മുഴുവൻ തകർത്ത് തരിപ്പണാക്കി, ഇനി ഭാവി NDA-യിലാണ് എന്നുള്ളൊരു വാസ്തവം തിരിച്ചറിവിന്റെ മുഹൂർത്തം കൂടിയല്ലേ? യാഥാർത്ഥ്യബോധമാണ്. മാത്രമല്ല ഈ പോക്ക് പോയാൽ ഇപ്പോ അടുത്തൊന്നും BJP-ക്ക് ബദലായി എനിക്കൊന്നും രാഹുൽ ഗാന്ധി പോലും പ്രതീക്ഷിക്കുന്നില്ല, ഉണ്ടാവില്ല അടുത്ത തെരഞ്ഞെടുപ്പിലോ. അല്ലെങ്കിൽ അതേ ഒരു പ്ലാൻ പോലും ഉണ്ടോ, ആക്ഷൻ പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്നാണ് ഈ NDA ആക്ഷൻ പ്ലാൻ ഇല്ല, ചിന്തൻ ബൈഠക്ക് മാത്രമേ ഉള്ളൂ. അതെ. ഈ നരേന്ദ്രമോദിയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതിന്റെ ഇരുന്നോ ഇരിക്കാതെയോ ഒക്കെയുള്ള ആലോചനയോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അങ്ങനെ പോകുമ്പോൾ ഈ പ്രവണത കൂടുതലേ ഉള്ളൂ. ഈവൻ കേരളത്തിലാണ് ഈ സൈദ്ധാന്തികമായ വാശികൾ, പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധമൊക്കെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ പോകുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കളുടെ മക്കള് ഇത്തരത്തിലുള്ള മാതൃക കാണിക്കുന്നു. ഇങ്ങനെ പോയാൽ എത്ര കാലം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു
കേരളം പോലും BJPക്ക് പതുക്കെയാണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു BJP അനുകൂലമായ ഒരു ട്രെൻഡ് വന്നിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കമ്മ്യൂണിറ്റി തിരിച്ചല്ല, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇങ്ങനെ ഈ മറകെട്ടി നിർത്തിയിരുന്ന വലിയ ഇരുമ്പ് മറയാണ്. 2020 തന്നെ ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്നിട്ട് അവരുടെ സ്ഥാനാർത്ഥികളിൽ കുറെ ക്രൈസ്തവരൊക്കെ ഉണ്ടല്ലോ പല മണ്ഡലങ്ങളിലും. ഇനി വേറൊരു ഘട്ടത്തില് ഈ മകളുടെ ഭർത്താവ് പുതുപ്പള്ളിയിൽ തന്നെ സ്ഥാനാർത്ഥി ആയിക്കൂടാന്നുണ്ടോ? അവിടുത്തുകാരനാണോ അദ്ദേഹം? അല്ല, കാരനാണെന്നുള്ള കൊടുങ്ങല്ലൂർക്കാരനാകണമെന്നില്ലല്ലോ, ഓരോ സ്ഥലത്ത് നിർത്തുകയല്ലേ. ഇപ്പൊ ബാബു ദിവാകരൻ അടൂരിൽ നിന്ന് വന്നിട്ടല്ലേ കുന്നത്ത് കാട്ടിൽ നിൽക്കുന്നത് 2020 വേണ്ടി. അല്ല, ഈ കോൺഗ്രസ് കുടുംബങ്ങളിൽ തന്നെ വരുന്ന വലിയ മാറ്റം ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ്, പോസിറ്റീവ് അല്ലേ? അത് വളരെ പോസിറ്റീവാണ്. അത് മാത്രമല്ല, ഈ ഒരു വീട്ടിനകത്ത് ഞാൻ കാണുന്ന പോസിറ്റീവായ കാര്യം അതാണ്. ഒരു വീട്ടിനകത്ത് തന്നെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാകുന്നത്. എൻ്റെ മാഷെ, ഈ മറിയം ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകരുത് ചെങ്ങന്നൂര്, ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മതി എന്ന് പറഞ്ഞിട്ടാണല്ലോ ചാണ്ടി ഉമ്മൻ എല്ലാവരും വിളിച്ച് വരട്ടുകയൊക്കെ ചെയ്തത്. അപ്പോഴാണ് അവരത് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്. അല്ല, മറിയം ഉമ്മന് BJP സ്ഥാനാർത്ഥിയായി കൂടെ? അതാണ് ഇത് സാറ് പറഞ്ഞതിന്റെ ആ ഫോർമുല ഒന്ന് തിരിച്ചിട്ട് നോക്കൂ. ഒരു വീട്ടിൽ നിന്ന് ഒരു പാർട്ടിക്ക് ഒരു നേതാവ്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ടി ചേരാം. അപ്പൊ ഒരു മേൽക്കൂരക്ക് കീഴിൽ അനവധി ഒരു ഇന്ത്യ, ഒരു ജനാധിപത്യ ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ എല്ലാ വീട്ടിനകത്തും രൂപം കൊള്ളുന്ന ഒരു അവസ്ഥ പോസിറ്റീവാണ്, തീർച്ചയായിട്ടും പോസിറ്റീവാണ്. ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കാരൻ മറ്റേ പാർട്ടിക്കാരൻ, മാർക്സിസ്റ്റുകൾ ഉണ്ടല്ലോ, ഈ MLA മാര്, ഇങ്ങനത്തെ ആളുകളൊക്കെ, ഇവര് പകല് മാർക്സിസ്റ്റുകളും രാത്രി വീട്ടിൽ ചെന്ന RSS ആണെന്ന് പറയാറില്ലേ? അങ്ങനത്തെ ആക്ഷേപമുണ്ട്. പക്ഷെ വീട്ടിലെത്തിയാല് ഈ രാഷ്ട്രീയമായ യുദ്ധങ്ങൾ പല മാർക്സിസ്റ്റ് കുടുംബങ്ങളിലും അമ്മാവനോ മരുമകനോ അനന്തരവനോ ഒക്കെ RSSലും ഉണ്ട്. സൗകര്യത്തിന് ബോണസ് ഒക്കെ ആയിട്ട് ഉണ്ടാവും. പക്ഷെ എന്തായാലും ഇതിൽ പോസിറ്റീവായ ഒരു കാര്യം ഇതാ, ഈ തെരുവില് മറ്റേ പാർട്ടിക്കാരനെ കണ്ടാൽ അവന്റെ കൊടി വെട്ടിക്കളയുക, അവന്റെ കൊടിമരം തകർക്കുക, അവന്റെ പ്രകടനത്തെ നേരിടുക, ഇങ്ങനെ പരസ്പരം ശത്രുത വളർത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ പൊതുവെ, രാഷ്ട്രീയമായ വലിയ വൈരം. അതിന് പകരം അതൊന്ന് കുറഞ്ഞു കിട്ടും. നിന്റെ വീട്ടിലും ഇല്ലേ ആ പാർട്ടിക്കാരൻ എന്ന ചോദ്യം പരസ്പരം അണികൾ തന്നെ ചോദിക്കും. അത് നമ്മുടെ സമാധാന അന്തരീക്ഷവും ജനാധിപത്യ അന്തരീക്ഷവും കുറെ കൂടി ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. വേറൊന്ന്, BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, ആകെയുള്ള പ്രശ്നം വീട്ടിൽ മറ്റേ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോരുതെന്ന് പറയാം. അതായിരിക്കും ഏറ്റവും വലിയ അപകടം. ചിലർ വലിയ ദുർവാശിക്കാരായ കാരണവന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചേട്ടനോ അനിയനോ വലിയ വാശിക്കാരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പോലും അച്ഛനോടും അമ്മയോടും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷെ ആ അന്തരീക്ഷമൊക്കെ നിർബന്ധമായിട്ടും മാറേണ്ടി വരുമല്ലോ, ഒരുമിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ സഹജീവനത്തിലൂടെ മാറിയെടുക്കും. അത് നമ്മുടെ ജനാധിപത്യത്തിൽ പോസിറ്റീവായിട്ട് കാണാം. വേറെ ഒന്ന്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിലെങ്കിലും നിലനിൽക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, പതുക്കെ അയഞ്ഞു വരികയാണ്. ആ അവസ്ഥ എന്താ? BJP നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് BJP തെരഞ്ഞെടുക്കപ്പെട്ടാൽ അംഗീകരിക്കൂല. നരേന്ദ്രമോദി വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും അംഗീകരിക്കും, മോദിയെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കൂല. മോദി എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ രണ്ട് തെറിയെ പറയൂ. അങ്ങനെയുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗിൽ ചോദിച്ചു, ഈ വനിതാ സംവരണം വേണമെന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ പാർട്ടിക്കാരും പറയുകയും വോട്ടെടുപ്പ് സമയത്ത് മൂത്രമൊഴിക്കാൻ പോവുകയും ചെയ്യും. അത് പാസ്സാക്കിയെടുത്തതിനെ നന്നായി എന്ന് പറയണ്ടേ? മുത്തലാഖ് ബില്ല് വേണമെന്ന് ഷാബാനുബീഗം കേസ് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അത് വന്നതിനെ അനുകൂലിക്കണ്ടേ? ഞാൻ പറയും, ഇങ്ങനെ ഈ കോമൺ സിവിൽ കോഡ് വേണമെന്ന് ഇവിടുത്തെ ഇടത് ബുദ്ധിജീവികൾ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറയാൻ പാടില്ല, കാരണം അത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി. അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോ മെറിറ്റ് നോക്കി അനുകൂലിക്കേണ്ടതിന് പകരം ഈ അന്ധമായ വിരോധം കുത്തിവെച്ചൊരവസ്ഥ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഈ ജെൻസി ഒക്കെ വന്നു കഴിയുമ്പോൾ അവർ മെറിറ്റ് നോക്കും. അതെ, അവർക്ക് എന്ത് ഗുണം ഉണ്ടാവുന്നു മോദിയെ കൊണ്ട് എന്നുള്ളതാണല്ലോ നോക്കുന്നത്. ഇവിടുത്തെ ഈ ഉന്നത വിദ്യാഭ്യാസം ഈ മാർക്സിസ്റ്റ് പാർട്ടി തകർത്തത് കൊണ്ടാണല്ലോ ഇവിടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ കേരളത്തിന് പുറത്തേക്കും വിദേശത്തേക്കും ഒക്കെ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നു AK ആന്റണിയുടെ മകൻ ഇടക്കിടയ്ക്ക് ഈ മറിയത്തിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാല് അവരും BJPയിലേക്ക് വരാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതാണ് അടുത്ത ഘട്ടം. തീർച്ചയായിട്ടും. ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഒപ്പം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്നും, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മേൽവിലാസം, പാർട്ടി മേൽവിലാസവും MLA-ഷിപ്പും അധികാരവും ഒക്കെ ഉള്ള ആളുകൾ തന്നെ വരിയായി BJPയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെയാണ് ത്രിപുരയിൽ BJP അധികാരത്തിൽ വന്നത്. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയത് തന്നെയാണല്ലോ അല്ലെ ഏറെ ഒട്ടുമിക്ക നേതാക്കന്മാർ. ഏതായാലും കേരളത്തിന്
കേരളത്തിൽ പുലർത്തുന്ന ഈ കപട നിലപാടുണ്ടല്ലോ, കപടമായ രാഷ്ട്രീയ വൈരത്തിന്റെ അന്ധമായൊരു നിലപാട്, അത് പ്രകടമായി മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് സാർ. കരുണാകരന്റെ കുടുംബം, ആന്റണിയുടെ കുടുംബം, ഉമ്മൻചാണ്ടിയുടെ കുടുംബം. തീർച്ചയായിട്ടും ജനങ്ങൾ അത് കാണട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.